ഇങ്ങനെ ഫ്രഷ് സാധനം ഉണ്ടല്ലോ, അതാ ഇങ്ങനെ എടുത്തിട്ട് നല്ല മതിൽ. നമ്മളെ പ്ലാൻ ഉണ്ടായ ചാരു വലുതാകുമ്പോഴേക്ക് ചാരുവിന് എല്ലാ ഫ്രൂട്ട്സും തിന്നാൻ കിട്ടണമെന്നില്ല. എൻ്റെ അല്ല, നയനയുടെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പം നമുക്ക് അതിന് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഞാൻ പല വീഡിയോയിലും ചാരുവിൻ്റെ വീഡിയോസിലും ഇട്ടിട്ടുണ്ട്. ആയാ ഹലോ ഗൈസ്, ഇത് കുട്ടട്ടെ, ഞാൻ കുത്തിത്തരാം. ഫസ്റ്റ് ഈ വെന്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് വെന്തിട്ട് കുഞ്ഞത് അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. ഹലോ ഗൈസ്, ഇതാണ് ചാരു നമുക്ക് കിട്ടിയ ചക്ക. ശരിക്കും ഇവര് ഉടുമ്പൊക്കെ ഉണ്ട്. ഇത് പഴുത്ത് വീണ അല്ലേ? ഇത് കണ്ട, ഇത് നമുക്ക് 3 വർഷം മുന്നേ നമ്മൾ വെച്ച ഒരു പ്ലാവും തൈന്ന് കിട്ടിയ ചക്ക കേട്ടോ. അമ്മമ്മ ഒരു മിനിറ്റ്, ഇത് കണ്ടോ, ഇത് 3 വർഷം മുന്നേ നമ്മൾ നട്ടു വളർത്തിയ ഒരു ചാരുവിനെ പ്രസവിച്ച സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ ചക്ക. ഇപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പഴുത്ത് വീണ് കിട്ടിയത് നമ്മളെ ചെറിയൊരു പ്ലാവെന്ന്, 3 വർഷം പ്രായമുള്ള പ്ലാവെന്ന് കേട്ടോ. നമ്മളിത് ഒരു ചാരു നമ്മൾക്ക് കിട്ടിയപ്പോൾ അതേ സമയത്ത് നമ്മൾ നട്ടൊരു പ്ലാവാണ്. 3 വർഷം കറക്റ്റ്. ഇപ്പോൾ പ്ലാവിൽ ഒത്തിരി ചക്കയുണ്ട് കേട്ടോ, കുറേ ചക്ക കിട്ടി. നമുക്കൊന്ന് പ്ലാവ് കാണിച്ചു കൊടുത്താലോ? ഇതല്ലേ ഇങ്ങ വാ, ഇല്ലേ വാ നാന. ആ ഇത് കണ്ട, 2 വീടുണ്ട്, 1 മുകളിലുണ്ട്. 2 നമ്മൾ പറിച്ചല്ലേ. ഇതുപോലെ നമ്മൾ എല്ലാ വർഷവും വരുമ്പോൾ, ലീവിന് വരുമ്പോൾ എന്തേലും ഫ്രൂട്ട്സ് നടും കേട്ടോ. ഇവിടെ കിട്ടും. 2-3 വർഷം കൊണ്ട് കായ്ക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നമ്മൾ നടും. ഓക്കെ, ഈ പ്രാവശ്യം നമ്മളൊരു കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. വാ കാണിച്ചു തരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബാബാ ചാരു, എൻ്റെ ചക്ക ഉണ്ടോ നിങ്ങളെ? നമ്മൾ എല്ലാ പ്രാവശ്യവും ലീവിന് വന്നു കഴിഞ്ഞാലും എന്തേലും ഫ്രൂട്ട്സ് വെക്കും കേട്ടോ. എന്നിട്ട് ഒരു 2 വർഷം ഇത് കണ്ടോ, ഈ പ്ലാവ് അങ്ങനെ നട്ട പ്ലാവാണ്. അപ്പോൾ ഇത് വിഷുവിന് നമ്മൾ കണി വെച്ചത് ഇതെന്നുള്ള ചക്ക കണി വെച്ചത്. അപ്പോൾ അത് പഴുത്ത് മുറിച്ചപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ചക്ക അല്ലേ? മറ്റേ ചക്കയാണ്, പഴഞ്ചക്കയാണ്, വരിക്കച്ചക്കല്ല പഴഞ്ചക്ക. അത് പഴഞ്ചക്ക. നമ്മളിങ്ങോട്ട് പഴഞ്ചക്ക അത് നല്ല സൂപ്പർ, നല്ല അടിപൊളി മധുരമുള്ള ചക്ക, പഴഞ്ചക്ക ഒരു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഇത് പണ്ട് വെച്ചതാണ്, ഇത് അച്ഛൻ വെച്ചതാണ്. ഈ സപ്പോർട്ട നമുക്ക് സീസൺ അല്ല കേട്ടോ, എല്ലാ സമയത്തും. ഒരിക്കൽ നമ്മൾ പൂവിട്ട് കായ്ച്ചു കഴിഞ്ഞാൽ അത് പൂ പോയി കായ് പറിച്ചതിന് ശേഷം അടുത്ത പൂ വരും. കണ്ടിന്യൂസ് ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതേപോലെ ഇത് കണ്ട, ഈ റംബൂട്ടാൻ നമ്മൾ ഇതേപോലെ എത്ര വർഷമായി? ഇത് 3 വർഷം. ഇത് നമ്മൾ ചാരുവിന് നമ്മൾ കുഞ്ഞായിരിക്കും നമ്മൾ നട്ട കേട്ടോ. 3 വർഷം നമ്മളെ പ്ലാൻ ഉണ്ടായ ചാരു വലുതാകുമ്പോഴേക്ക് ചാരുവിന് എല്ലാ ഫ്രൂട്ട്സും തിന്നാൻ കിട്ടണമെന്നില്ല. എൻ്റെ അല്ല, നയനയുടെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പം നമുക്ക് അതിന് മാത്രമേ സ്ഥലമൊന്നുമില്ല വീട്ടിന് ചുറ്റും. എല്ലാ സ്ഥലത്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. 3 വർഷം മുന്നേ നട്ടതാണ്. ഇപ്പോൾ കണ്ടോ ഇതിൽ കായ്ച്ച കിടക്കുന്ന റംബൂട്ടാൻ? 2 കൊല്ലം നമ്മൾ പറിച്ചു, ചെറുതിലേ കായ്ക്കാൻ തുടങ്ങി. ഇതുണ്ടോ ഒരുപാട്. ഇപ്പം നമ്മൾ ശരി കറക്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കൂടിയില്ല, ഇവർക്ക് അച്ഛനമ്മക്ക് സമയമില്ലാത്തതും കൊണ്ട് അവർ കട്ട് ചെയ്യാനോ ഇത് ഒന്ന് റെഡിയാക്കാനൊന്നും തയ്യാറല്ല.
അതുകൊണ്ടാണ് ഇത് കറക്റ്റായി കിട്ടത്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെല്ലാം ഇങ്ങനെ കുട പോലെ കായ്കളും പൂക്കളും ഉണ്ടാവും. ഇതുണ്ടോ റംബൂട്ടാനായിരിക്കുന്നത്. പക്ഷേ ഈ റംബൂട്ടാൻ തിന്നാനുള്ള ഭാഗ്യം ചിലപ്പോൾ ചാരുനുണ്ടാവും. ഇത് ആയി വരുമ്പോഴേക്കും നമ്മൾ ദുബായിക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയല്ലേ? ആ ദുബായിക്ക് കൊടുത്തു വിട്ടായിരുന്നു ഇത് ഇവിടുന്ന് ഉണ്ടായ റംബൂട്ടാൻ. അപ്പോൾ ഇത് റംബൂട്ടാൻ. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ച 2 തൈകളാണ് കേട്ടോ, കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളി പേരയാണ്. നമ്മളെ ഉള്ളു റെഡ് ഉള്ളു വലിയ പേര. ഒരു പേരയുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ്. അത്രയ്ക്കും വലിയ പേര, ഒരു മാങ്ങേൻ്റെ ഒക്കെ സൈസുള്ള പേര. ഇത് പിന്നെ ഉള്ളിൽ റെഡാണ് കേട്ടോ. ഇത് കറക്റ്റ് 2 കൊല്ലം കൊണ്ട് നമ്മൾ കായ്പ്പിക്കും. കറക്റ്റ് 2 കൊല്ലം. നമ്മൾ അടുത്ത 2 കൊല്ലത്തിൽ ലീവിന് വരുമ്പോഴേക്കും ഇത് കായ്ച്ചിട്ടുണ്ടാവും. അന്നേരം നമ്മൾ വീട്ടിൽ കായ്ച്ചതിൻ്റെ വീട് നമ്മൾ നട്ടതെല്ലാം കായ്ച്ചിട്ടുണ്ട് ഇതുവരെ. നവാതിരുന്നിട്ട് അതേപോലെ ഒരു മുരിങ്ങ വാങ്ങിച്ച. ഇത് മുരിങ്ങ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ അതെല്ലാം നശിച്ചു പോയി. അപ്പോൾ ഇത് ഒരു 6 മാസത്തിനുള്ളിൽ കായ്ക്കുന്ന മുരിങ്ങ വരാം. ഇത് വെറുതെ ഒന്ന് സാമ്പിളും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചത്. ഇതാണ് ഒരു വെറൈറ്റി സാധനം പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ജംബ്രോട്ടിക്ക അല്ലേ? ജംബ്രോട്ടിക്ക. ഇത് മരമുന്തിരി എന്നാണ് അങ്ങനെ എന്തോ അതിന് പേര്. തടിയിൽ, അതായത് ഈ ബ്രാഞ്ചസിലെല്ലാം ഇതിങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ മുന്തിരി ഒരു ചെറി പോലത്തെ സാധനം, ജംബ്രോട്ടിക്ക എന്നാണ് അതിൻ്റെ പേര്. ഇത് തടിയിൽ ഒരു 1-2 കൊല്ലം, മാക്സിമം 2 കൊല്ലം അതിനുള്ളിൽ കായ്ക്കുന്ന പറയുന്നത്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചത് ഒരു അവക്കാഡോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്ലാൻ ചെയ്ത സാധനം ഇത് അവക്കാഡോ. ഇതും ഈ പറയുന്ന പോലെ അവക്കാഡോ. ഇതിനെല്ലാം വെയിലും, അവക്കാഡോക്ക് ലൈറ്റ് ഇളം വെയിൽ മതി കേട്ടോ. മറ്റേതിനെല്ലാം നല്ല വെയിൽ മസ്റ്റാണ്. ഷെയ്ഡ്, ഇതിന് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞത്. പക്ഷെ സ്ഥിരം വെള്ളം കെട്ടി വെക്കുന്ന സ്ഥലത്ത് ഇത് പറ്റത്തില്ല കേട്ടോ. അവക്കാഡോ ഡ്രൈ ആയി നിൽക്കുന്ന സ്ഥലത്താണ് പറ്റുള്ളൂ. അവക്കാഡോ അതേപോലെ 2 വർഷം കൊണ്ട് കായ്ക്കും. നല്ലതാണ്, ബട്ടർ ഫ്രൂട്ട്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഈ വർഷം നമ്മൾ നടാൻ പോകുന്നത്. ഈ വർഷം നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 2 വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതിൽ നിന്നൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് പഴിച്ച് കഴിക്കും. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാര് കുറച്ച് വലുതാകുമ്പോഴേക്ക് ചാരുവിന് എല്ലാ ഫ്രൂട്ട്സും പറ്റുന്നത്രയും ഇങ്ങനെ പറിച്ച് കഴിക്കാൻ പറ്റണം. വേറൊരു സാധനം കൂടിയുണ്ട്, അത് നമ്മൾ നട്ടത്. അത് എപ്പോഴാണ് നട്ടത്? അബിയു കഴിഞ്ഞ 2 കൊല്ലം മുന്നേ. അത് കാണിച്ച 2 കൊല്ലത്തിന് മുകളിലായി തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സപ്പോട്ട ചിക്കു. ഇത് കണ്ടോ, നിറയെ പൂവും കായ. ഇതിൽ എത്ര പറിച്ചു കഴിഞ്ഞാലും തീരത്തില്ല. ഇത് അത്രയ്ക്കും കായ. നമ്മൾ ഇത് കട്ട് ചെയ്ത് വിടുകയാണ് ഇപ്രാവശ്യം തൊട്ട്. ഇവിടുന്ന് ബ്രാഞ്ചസ് ആയി കട്ട് ചെയ്ത് ഇതിങ്ങനെ പടർന്ന് എല്ലാ ഏരിയ ഇതിന് വേണം. അതുകൊണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് വിടുകയാണ്. ഇത് എല്ലാ സമയത്തും കായ്ക്കുന്നതാണ്. നമ്മളൊരു സമയം ഇത് കായ് പറിച്ചു കഴിഞ്ഞാൽ അടുത്ത 1 മാസത്തിനുള്ളിൽ അടുത്ത പൂവിട്ട് കായ്ക്കും. ഇത് കണ്ടോ ചാരൂട്ട്. നമ്മളിവിടെ മയിൽ വരും കേട്ടോ, മയിലും പക്ഷികളൊക്കെ. അപ്പോൾ ഇപ്പോൾ വേനലായതുകൊണ്ട് അവർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ അല്ലേ ചാരു? അതെ, സ്ഥിരം വരുന്ന കേട്ടോ. ഏത്? ഇതോ? ഇത് പാല് വരും. ഇതൊന്ന് വലുതായിട്ടല്ലേ പറിക്കുവാ. വാ അടുത്തൊരു സാധനം കാണിച്ചില്ല. വാ ചാരു, മുള്ളുണ്ടോ അവിടെ? ഇതെപ്പോൾ നട്ടതായി പ്ലാവ് അല്ല മാവ്? ഇത് നമ്മൾ ഇതും 3-4 കൊല്ലമായി കേട്ടോ ഈ മാവ്. ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്ലാവിൻ്റെ കൂടെ
വാങ്ങിച്ച. പക്ഷെ ഇതിന് 2 വട്ടം മാറ്റി നട്ടു. അപ്പുറം 2 വട്ടം മാറ്റി നട്ടു. പിന്നെ ഇതിന് ആവശ്യത്തിന് വെയിലില്ലാത്തത് കാരണം ഇത് ഈ കൊല്ലം കായ്ച്ചില്ല. കഴിഞ്ഞ വർഷം കായ്ച്ചായിരുന്നു. 2-3 മാങ്ങയൊക്കെ കിട്ടിയതായിരുന്നു. നല്ല പൂവിട്ടായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് നോക്കാത്തത് കൊണ്ടാണ് ഇപ്രാവശ്യം കായ്ച്ചില്ല. അത് നോക്കിയാൽ അത് വീണ്ടും കായ്ക്കും. പിന്നെ ഉള്ള ഒരു സാധനം കാണിച്ചിട്ടാണ്. ഇത് കണ്ടോ? ഇതാണ് അബിയു. ഇതെന്ന് പറഞ്ഞാൽ ഇതും ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ആ, ഇത് പെട്ടെന്നായി. ഈ വർഷമാണ് ഫസ്റ്റ് കായ കിട്ടിയത്. ഇതൊരു 4-5 കായ കിട്ടിയിട്ടുണ്ടല്ലോ അബിയു. 5 കാറ് കിട്ടിയായിരുന്നു. ഇത് ഞങ്ങളെ ഇത് വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതെന്ന് ചാരു പറിച്ചിട്ടുണ്ട് ഫുഡ് അബിയു. ഇതൊരു ഇളനീര് അബിയു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. നല്ല സ്വീറ്റാണ്. ഇളനീരിൻ്റെ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഇവർ കഴിച്ചപ്പോൾ ഏതാ പറഞ്ഞത് ഇളനീരിൻ്റെ ടേസ്റ്റാണ്. നല്ല ഫ്രൂട്ട് കേട്ടോ, സൂപ്പർ ഫ്രൂട്ടാണ്. നമ്മുടെ ഇളനീരിൻ്റെ പൾപ്പില്ലേ, അപ്പം അതേപോലെ ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റുന്നല്ലേ. ഇത് കുറച്ച് വലുതായിട്ട് ഇത് നമുക്ക് എല്ലാ മരവും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഷേപ്പിൽ കിട്ടും. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ മരം പെട്ടെന്ന് വലുതായി. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറുതാക്കണം മരം. എല്ലാ മരവും വേനലിൽ നമുക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നമുക്ക് നിർത്തിപ്പോകാം. അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ അതിൽ നമ്മൾ എവിടെ നിന്ന് കട്ട് ചെയ്യുന്നു അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് കൊമ്പുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ സമയത്ത് നല്ലതാണ് ഈ കട്ട് ചെയ്തിട്ട് വിടുകയാണെങ്കിൽ. വലിയ കേടുപാടുകളില്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിലും കായ ഉണ്ടായി കേട്ടോ. പറഞ്ഞ പോലെ ഇത് 5 കായോളം കിട്ടിയായിരുന്നു അബിയോല്. ഇത് വേറൊരു സാധനം കൂടി കാണിച്ചിരുവാ. ഈ സാധനം ഇതിൽ കായ്ച്ചിട്ടുണ്ടല്ലോ. ഇതില്ലേ അതിനാ ഇങ്ങ് വാ. നമ്മുടെ മുള്ളാത്താന്ന് പറയുന്ന സാധനം കേട്ടോ. ഇതുണ്ടോ മുള്ളാത്ത? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതണ്ട കാഴ്ച കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടില്ല അല്ലേ കാഴ്ച കിടക്കുന്നത്? ശ്രദ്ധിച്ചില്ലായിരുന്നു. 1 2 ഒന്നും കൂടി ഉണ്ടല്ലോ. എവിടെയോ കണ്ടായിരുന്നല്ലോ. ഇപ്പം ഇതാ 2 മുകളിലോട്ടില്ല. 2 കായ ആയിട്ടുണ്ട്. ഇത് മുള്ളാത്തെന്ന് പറയുന്നത്. ഇത് അമ്മ വെച്ച കേട്ടോ, നമ്മൾ വെച്ചത്. ഇത് അമ്മ വെച്ചതാണ്. ഇതിന് കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കായ ആയത് കണ്ടില്ലായിരുന്നു ഈ സാധനം. എന്നാൽ ടേസ്റ്റ് ഒന്നും അറിയില്ല. മുള്ളാത്ത നീ തിന്നിട്ടുണ്ടോ? ഞാൻ കായുണ്ട് മുള്ളാത്തയിൽ. വെള്ളമടിച്ച് കൊടുക്കണം. അതേപോലെ നമ്മൾ കഴിഞ്ഞ വർഷമല്ല ഇത് കഴിഞ്ഞ വർഷം വെച്ച കേട്ടോ റംബൂട്ടാൻ. ഇത് ഇതുവരെ കായ്ച്ചില്ല. അതിനങ്ങനെ വെള്ളമൊന്നും വെളിച്ചൊന്നും അടിക്കാത്തതുകൊണ്ട് ഇത് അടുത്ത കൊല്ലം കറക്റ്റ് കായ്ക്കും. കഴിഞ്ഞ വർഷം വെച്ച റംബൂട്ടാൻ ഇത് അടുത്ത വർഷം ആകുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് കായ് കിട്ടും. പിന്നെന്താ വാ. ഇതണ്ട, ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിക്കാം. വളമൊന്നും ഇടാതെ തന്നെ കിട്ടുന്ന സാധനം ഇത്. ഏതെങ്കിലും ഒരു മരത്തിൽ കയറ്റി കൊടുത്താൽ ഇട്ടാൽ മതി. ഫ്രഷൻ ഫ്രൂട്ട്. ഇതൊക്കെ ഭയങ്കര വിറ്റാമിനും നല്ല ബ്ലഡ് കൗണ്ടൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് പറയുന്ന സാധനം ഇത്. പണ്ടൊക്കെ ആൾക്കാർ വെട്ടിക്കളയുന്ന സാധനം. ഇപ്പോൾ പലർക്കും ഇതിൻ്റെ ഗുണം മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ഞാൻ കൂടുതലും ഇവിടെ
ഫ്രൂട്ട്സ് വെക്കാൻ തുടങ്ങിയത് എൻ്റെ വൈഫ് നയന വന്നതിന് ശേഷം കേട്ടോ. അവൾ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പരിപാടി തുടങ്ങിയത്. അവൾ താല്പര്യമാണ് ഫ്രൂട്ട്സ് വെച്ച്. ഇത് കണ്ട, ഇത് വേറെ വെറൈറ്റി ഫ്രാഷൻ ഫ്രൂട്ടാണ്. ഇതങ്ങ് കയറിപ്പോയിക്കോളും ആ മരത്തിൽ. പ്ലാവിൽ കയറിപ്പോയാൽ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് ഇതൊക്കെ ഓരോന്ന് ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ ഫ്രഷ് സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ട് നല്ല മതിൽ. ഇത് കഴിക്കുമ്പോഴല്ല, ഇത് വേറൊരു ഇതാണ് കേട്ടോ, സപ്പോട്ട ചിക്കു. ഇത് ഈ പറയുന്നതൊക്കെ നിങ്ങൾ കണ്ടോ, ഇതിൽ എപ്പോഴും പൂവായിരിക്കും. ഇതിൽ എല്ലാ സമയത്തും ഒരിക്കൽ കാഴ്ചന് അടുത്ത് ഇത് വരും. ഇത് ഒത്തിരി ഉണ്ടാവും കേട്ടോ സപ്പോട്ട. ചാരു വേണ്ട, ഇത് നമ്മൾ ഇതൊക്കെ പപ്പായ. ഇതൊക്കെ നമ്മളിപ്പം പറിച്ച് നടും. വേറെ ഒത്തിരി പപ്പായ ഉണ്ട്. ഇത് അടിപൊളി പപ്പായാണ് കേട്ടോ. ഇത് നമ്മൾ നയനേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ പപ്പായയുടെ കുരു ഇട്ടിട്ട് അത് മുളപ്പിച്ച. പിന്നെ നമുക്ക് ഇതൊക്കെ പിന്നെ നമ്മൾ ചേമ്പ് ഇതെല്ലാം വിത്തിന് വെച്ച കേട്ടോ. ചേമ്പ്, മഞ്ഞൾ, അത് ഇതെല്ലാം ഉണ്ട്, വിത്തിന് വെച്ചതാണ്. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഞാൻ പല വീഡിയോയിലും ചാരുവിൻ്റെ വീഡിയോസിലും ഇട്ടിട്ടുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം. നടക്കാം, അവർക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കട്ടെ. ഇത് ചോന്ന് നടക്കട്ടോ. ഇത് തിന്നാൻ പറ്റില്ല കേട്ടോ, നമുക്ക് ഡയറക്റ്റ് തിന്നോ. ഇത് മെയിനായിട്ട് നമുക്കൊന്ന് പാൻ മസാല അങ്ങനെയുള്ള ഇതിന് യൂസ് ചെയ്യുന്ന. ഇത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 1 കിലോന് നല്ല റേറ്റ് ഉണ്ട്. ഇതിന് കിലോയ്ക്ക് 500 അടുത്തെങ്ങാണ്ടുണ്ട്. ഉണ്ട്. പൊളിച്ച് ഉണക്കിയിട്ട് പൊളിച്ചിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പൊളിക്കാം. ഇപ്പം ഇത് ചാരുവാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഈ അടക്ക പുറക്കിയിട്ട് കറക്റ്റ് ഉണക്കുന്നത് ചാരുവാണ്. ഇതിന് മേലെ ഇത് വെറുതെ ആയ കാരണം. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കൊല പൊട്ടി കുറേ കഴിവുണ്ടാവും കേട്ടോ. ഇതിന് മിരട്ടി ചവിടയിൽ ആ കൊല പൊട്ടി അങ്ങനെ. പിന്നെ ഇത് കണ്ടോ, നമുക്ക് മാങ്ങ അവിടെയൊക്കെ മാങ്ങ വീണിട്ടുണ്ട്. മാങ്ങ ബാ വേണ്ട. ഇപ്രാവശ്യം അപ്പന് നമ്മൾ ഇപ്രാവശ്യത്തെ ഫ്രൂട്ട്സ് തൈ നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഒരു രസത്തിന് നമ്മളിത് ചെയ്യുന്നതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവാം. ഓക്കെ, നമുക്ക് തൈ നടാം. വാ